Hi students. So, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതായിരുന്നു? ചാപ്റ്റർ 4 അക്കൗണ്ടിംഗ് ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഓർക്കുന്നില്ലടാ? ഓർക്കുന്നു. അതിൽ നോക്കട്ടെ, ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിന്റെ കണ്ടിന്യൂഷൻ. ഓക്കെ, ലിസൺ. സോ നോക്കടാ. ഓക്കെ, സോ നമ്മളിവിടെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അക്കൗണ്ടിങ് ഇക്വേഷൻസ് ആണ് ലാസ്റ്റ് നമ്മൾ നോക്കിയത്. എന്തായിരുന്നു അക്കൗണ്ടിങ് ഇക്വേഷൻ? ജസ്റ്റ് ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയാൽ അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അതായിരുന്നു അല്ലെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അക്കൗണ്ടിങ് ഇക്വേഷനെ പല പല ട്രാൻസാക്ഷൻസ് വരുമ്പോൾ അഫക്ട് ചെയ്യും. അതെങ്ങനെയാണ് അഫക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പ്രോഫിറ്റും ഇത് പറഞ്ഞിട്ടുണ്ടായി. പ്രോഫിറ്റ് ഏതിലൂടെ ആഡ് ചെയ്യണം? ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ ക്യാപിറ്റലിൽ ലെസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കൊരു ഇല്ലുസ്ട്രേഷൻ 5 ഞാൻ ഹോംവർക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ യു ഹാവ് ടു, നിങ്ങളത് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഇനി അടുത്തൊരു സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ, നോക്കിക്കോ. അപ്പൊ ഇനി പറയാൻ പോകുന്നത്, ഇത് ജസ്റ്റ് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അക്കൗണ്ടിങ്ങിൽ ഇനി നമ്മളത് ഫർദർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുമ്പോൾ വീണ്ടും നമ്മൾ നോക്കും. സോ ഇപ്പൊ ജസ്റ്റ് ഓഫ് ദ സേക്ക് നോക്കിക്കോ. നമ്മൾ ക്രെഡിറ്റ് ഏത് സൈഡിലാണ് ചെയ്യാന്നറിയോ? റൈറ്റ് സൈഡിലാണ് ചെയ്യുക. റൈറ്റ് സൈഡിലാണ് എന്ത് ചെയ്യുക? നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം, വലതുവശത്ത്. ഓക്കെ, ഒരു അക്കൗണ്ടിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു നോട്ട് നൽകും. ഓക്കെ, അപ്പൊ അക്കൗണ്ടിങ്ങിന് നമ്മുടെ അക്കൗണ്ടിങ് ടൈറ്റിൽ, അക്കൗണ്ട് ടൈറ്റിൽ, പിന്നെ അതിന് റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഇത് വഴി ഞാൻ പറയാം കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, ക്രെഡിറ്റ് എവിടെ നമ്മൾ എഴുതുക? റൈറ്റ് സൈഡിലും, ഡെബിറ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ്. വഴി നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ കാണും. ഇനി നോക്കിക്കോ, റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്തൊക്കെയാണ് റൂള്? ഇനി എങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകും? ഇപ്പൊ നമ്മൾ പഠിച്ചു എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിച്ചു. ഓക്കെ, അക്കൗണ്ടിങ് ഇക്വേഷനിൽ ഓരോ ട്രാൻസാക്ഷൻ വരുന്നുള്ള അസറ്റ് പഠിച്ചു. അസറ്റ് കുറയുന്നു, അസറ്റ് കൂടുന്നു, ക്യാഷ് കുറയുന്നു, ക്യാഷ് കൂടുന്നു, ക്യാപിറ്റൽ കൂടുന്നു, അതൊക്കെ കുറയുന്നു. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ട്സിനെ നമ്മൾ 5 കാറ്റഗറൈസ് ചെയ്യുന്ന ഫോർ ദ ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻ താഴെ കാണുന്ന 5 രൂപത്തിലല്ലാതെ നടക്കില്ല. 5 രൂപ. ഓക്കെ, അതാണ് താഴെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ അസറ്റ്. എന്താണ് അസറ്റ്? ഞാൻ പറഞ്ഞത്, അസറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന ഇതാണ് അസറ്റ്. അപ്പൊ അതെന്ന് പറയുന്നത് എന്താ? മിക്കവാറും അസറ്റ് 2 രൂപത്തിൽ. ടാൻജിബിൾ അസറ്റ് ഉണ്ട്, ഇൻടാൻജിബിൾ അസറ്റ്. നമുക്ക് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട, അപ്പൊ മനസ്സിലാക്കേണ്ട ടാൻജിബിൾ അസറ്റ്. എന്താ ടാൻജിബിൾ അസറ്റ്? തൊട്ടാ മനസ്സിലാകുന്ന അസറ്റ്. ഓക്കെ, ഇപ്പൊ മിഷനറി, ക്യാഷ്, അതായത് നമുക്ക് അത് ഉപയോഗിച്ച് ബിസിനസ് നടത്താൻ പറ്റും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. സച്ച് ടൈപ്പ് ഓഫ് കാര്യങ്ങളെയാണ് നമ്മൾ അസറ്റ് എന്ന് വിളിക്കുന്നത്. പിന്നീട് ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടതാണ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ലോസ്. ഇവിടെ ഈ അസറ്റും എക്സ്പെൻസും രണ്ടായിട്ട് മനസ്സിലാക്കും. ഇവിടെ ചില ട്രാൻസാക്ഷൻസിന്, കാരണം അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ അസറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് മനസ്സിലാക്കിയത്? ഇപ്പൊ സപ്പോസ് ഇവിടെ ഒരു ബിസിനസ്, നമ്മളൊരു വലിയ ബിസിനസ്, ഇവിടെ നമ്മൾ അതിലൊരു മെഷീനാണ് വരുന്നത്. മെഷീൻ 5 ലക്ഷത്തിന്റെ മെഷീൻ. എത്രയാണ്? 5 ലക്ഷം. ഇവിടെ ചിലപ്പോൾ ഒരു കൊല്ലം നമ്മുടെ ആകെ പ്രോഫിറ്റ് ഉണ്ടാവുക 1 ലക്ഷം 2 ലക്ഷത്തിലാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിലടാ ഈ 5 ലക്ഷം ആക്ച്വലി അതൊരു എക്സ്പെൻസ് അല്ലടാ, നമ്മുടെ ചെലവ്. അപ്പൊ ഈ 5 ലക്ഷം ഫുള്ളായിട്ട് ഞാൻ എക്സ്പെൻസ് ആയിട്ട് കാണിച്ച എന്താ പ്രശ്നം? ആ വർഷത്തിൽ ഫുള്ളായിട്ട് ശരിക്കും ലോസ് അല്ലേ എനിക്ക് ഉണ്ടാവുക? ചിലപ്പോൾ 3 ലക്ഷം വലിയ ഹ്യൂജ്. അപ്പൊ അസറ്റുകളെ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ വലിയ ലോസ് ഉണ്ടാകാൻ കാരണം പ്രോഫിറ്റ് ഇപ്പൊ 2 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിലും എക്സ്പെൻസ് ആയിട്ട് കാണിച്ച 5 ലക്ഷം കുറഞ്ഞാലും 3 ലക്ഷം പിന്നെ അവിടെ ലോസ് ആയിട്ടല്ലേ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പ്രശ്നം. കാരണം ഈ 5 ലക്ഷം എന്ന് പറയുന്ന ഈ മെഷീൻ മേടിച്ചത് കൊല്ലത്തിന് മാത്രമല്ല, നമ്മൾ പറഞ്ഞു ഇയർലി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഈ വർഷത്തേക്ക് മാത്രമായിട്ട് അത് എക്സ്പെൻസ് അലോക്കേറ്റ് ചെയ്ത് അത് പ്രശ്നമല്ലേ? അതായത് ഈ അസറ്റിന്റെ എക്സ്പെൻസ്, ആ ടോട്ടൽ എമൗണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അലോക്കേറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഞാനൊരു അസറ്റ് മേടിച്ചത്, എന്താണ് ഈ അസറ്റ് എക്സ്പെൻസ്? കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് ഒരു കാര്യം അസറ്റ് ആയിട്ട്? ഇപ്പൊ ഞാനൊരു മെഷീൻ മേടിക്കുന്നു വിചാരിക്കും, എന്തോ മെഷീൻ അതിന് 10 ലക്ഷം രൂപ ഉണ്ട്. എത്ര രൂപ ഉണ്ട്? 10 ലക്ഷം.
എടാ ഈ 10 ലക്ഷം ഈ മെഷീന് അവർ പറഞ്ഞു 10 കൊല്ലം ഉപയോഗിക്കാം, 10 ഇയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എടാ ഒന്നാമത്തെ വർഷം എനിക്ക് പ്രോഫിറ്റ് ഒരു 2 ലക്ഷം രൂപ ഉണ്ടായിരുന്നു വിചാരിച്ചു. അപ്പൊ ഞാനിത് എക്സ്പെൻസ് ആയിട്ട് എഴുതിയേണ്ട പ്രശ്നം. എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് ഇതിന് കുറയും. എത്ര? 10 ലക്ഷം ഞാൻ എക്സ്പെൻസ് ആയിട്ട് കുറച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് 8 ലക്ഷം നഷ്ടമായിരിക്കും ആ വർഷം. അപ്പൊ നോക്കടാ, ഇതിപ്പോ ഏതൊക്കെ കൊല്ലം? ഇതിപ്പോ 2024 വിചാരിച്ചു. 2024 എനിക്ക് 2 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എക്സ്പെൻസ് ആയിട്ട് എഴുതുമ്പോൾ എനിക്ക് ആ വർഷം 8 ലക്ഷം നഷ്ടമായി. ഇനി അടുത്ത വർഷം 2025. 2025 എനിക്ക് 3 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടായി. ബാക്കിയുള്ളതിന്റെ കഥ ഒന്നും പറയുന്നില്ല, ഇവിടെ 3 ലക്ഷം പോയി. അങ്ങനെ വെച്ചാൽ 3 ലക്ഷം എന്താ പ്രോഫിറ്റാണ്. പക്ഷേ ഈ 10 ലക്ഷത്തിന്റെ മെഷീൻ ഞാൻ ശരിക്കും 2024 ഉപയോഗിച്ചു, 2025 ഉപയോഗിച്ചു. അപ്പൊ ശരിക്കും അങ്ങനെ അപ്പൊ ഈ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒറ്റ വർഷത്തേക്കാണോ? അല്ല, ശരിക്കും ഈ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 10 കൊല്ലത്തേക്ക്. അതായത് ശരിക്കും ഒരു മെഷീന് ഈ ഒരു മെഷീന് ഒരു വർഷം ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ഏകദേശം എത്ര കൊടുക്കണം? 1 ലക്ഷം. അപ്പൊ ശരിക്കും ആ 1 ലക്ഷം അല്ലട അവിടെ നിന്ന് നമ്മൾ ശരിക്കും കുറച്ചിട്ട് 2024 1 lakh പ്രോഫിറ്റ് അല്ല ശരിക്കും കാണിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട് എങ്ങനെ? അതായത് ഒരു മെഷീന് നമ്മൾ അപ്പൊ എങ്ങനെയാണ് ശരിക്കും അക്കൗണ്ടിങ് ചെയ്യാറ്? 10 ലക്ഷം രൂപ ഒരു മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ അതിന് 10 ലക്ഷം രൂപ 10 കൊല്ലത്തേക്കാണെങ്കിൽ നമ്മൾ 10 കൊല്ലത്തേക്കായിട്ടാണ് ഡിവൈഡ് ചെയ്യും. അപ്പൊ എത്ര? ഒരു കൊല്ലത്തിന് ചെലവ് 1 ലക്ഷം. എന്നിട്ട് ആ 1 ലക്ഷമാണ് നമ്മൾ അവിടെ എക്സ്പെൻസ് ആയിട്ട് കാണും. മനസ്സിലായോ? ആ എക്സ്പെൻസ് നമ്മൾ ഒരു പേര് പറയും, ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പൊ അസറ്റ് എന്ന് പറയുന്നതും ഇതെന്ന് പറഞ്ഞാൽ രണ്ടിനാണ്. ഓക്കെയാണ്. പിന്നെ അസറ്റിൽ പിന്നെ കുറച്ച് കാര്യങ്ങളാണ്. ഡെപ്റ്റേഴ്സ് അസറ്റാ. ഡെപ്റ്റേഴ്സ് പറഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ള. ക്യാഷ് അസറ്റാ. ബാങ്ക് ബാലൻസ് അസറ്റാ. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അസറ്റാ. അതൊക്കെ നമ്മുടെ സമ്പാദ്യം ഇല്ലടാ, അല്ലേ? നമ്മുടെ സമ്പാദ്യം അസറ്റിന് അങ്ങനെ ഒരു മീനിങ് കൂടി ഉണ്ട്. പിന്നെന്താ പറഞ്ഞത്? നമ്മുടെ ഗുഡ്സ് നമ്മുടെ അസറ്റ്, നമ്മുടെ ഫർണിച്ചർ നമ്മുടെ അസറ്റ്, അതൊക്കെ നമ്മുടെ സമ്പാദ്യം. നമ്മുടെ ബിൽഡിങ് നമ്മുടെ അസറ്റ്, നമ്മുടെ ലാൻഡ് നമ്മുടെ അസറ്റ്. നമ്മുടേതാണ്. മറ്റാർക്കാണെങ്കിൽ റെന്റ് എടുക്കേണ്ടി വരും, അത് നമ്മുടെ അസറ്റ്. എക്സ്പെൻസ് ആണ് ചെലവ്. മനസ്സിലായോ? ഒരു കാൽക്കുലേറ്റർ ഉണ്ട്, ആ ചെലവ്. പർച്ചേസ് നടത്തി, ആ ചെലവ്. ലയബിലിറ്റി. എന്താ ലയബിലിറ്റി? ബാധ്യത. കടം മേടിച്ചതൊക്കെ ലയബിലിറ്റിയാണ്. എന്ത് കടം ആരൊക്കെ മേടിച്ചാലും ലയബിലിറ്റി. ക്യാപിറ്റൽ മുതലാളി, നമ്മുടെ ഓണറേക്ക് മേടിച്ചത് ക്യാപിറ്റൽ. റവന്യൂ ഓർ ഗെയിൻ. റവന്യൂ എന്ന് പറഞ്ഞാൽ പൈസ ഇങ്ങോട്ട് കിട്ടുക. റവന്യൂ പറഞ്ഞ ഇൻകം, പൈസ ഇങ്ങോട്ട് കിട്ടുക. ഗെയിൻ എന്ന് പറഞ്ഞാലും നേട്ടം. ഇനി ഫോറിന് എങ്ങനെ ഇത് റെക്കോർഡ് ചെയ്യുന്നതെന്നാണോ? ഫോർ റെക്കോർഡിംഗ് ചേഞ്ചസ് ഇൻ അസറ്റ്, എക്സ്പെൻസസ്, ലോസ്. അതായത് അസറ്റും എക്സ്പെൻസ്. ഇൻക്രീസ് അസറ്റ് ഡെബിറ്റ് ആൻഡ് ഡിക്രീസ് അസറ്റ് ഈസ് ക്രെഡിറ്റ്. അവിടെ ഇനി താഴെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ബോക്സിലായിട്ട്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ നമ്മുടെ 5 കാര്യങ്ങളാണ് നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടത്. യെസ്, അപ്പൊ നോക്കിക്കോ, സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ അക്കൗണ്ടിങ് ട്രാൻസാക്ഷനിൽ ബന്ധപ്പെട്ട കാര്യം ഒന്ന് അസറ്റ്. ബിസിനസ്സിൽ എന്തൊക്കെ ഉണ്ടാവും? അസറ്റ്. രണ്ടാമത്തത് എക്സ്പെൻസ്, ചെലവുകളുണ്ട്. 3 ഇൻകം, വരുമാനം ഉണ്ടാവും. ഓക്കെ. 4ാമത്തത് ലയബിലിറ്റി, ഓക്കെ, ബാധ്യത. 5ാമത് ക്യാപിറ്റൽ. ഇതിൽ പെടാത്ത വേറൊരു കാര്യം ഉണ്ടാവും. ഇതിൽ പെടാത്ത വേറൊരു 6ാമത്തെ ഒരു ട്രാൻസാക്ഷൻ ബിസിനസ്സിലുണ്ട്. 5 ട്രാൻസാക്ഷൻ. എത്ര ട്രാൻസാക്ഷൻ? 5. ഓക്കെ. ഇതിൽ 2 എണ്ണത്തിന് ഒരേ നേച്ചറാണ്. ഈ അസറ്റും എക്സ്പെൻസും ഇൻകവും ലയബിലിറ്റിയും ക്യാപിറ്റലും കൂടും ചെയ്യും കുറയും ചെയ്യും. അസറ്റിന് ഒരു എക്സാമ്പിൾ പറയാം, ക്യാഷ്. ക്യാഷ് കൂടാം കുറയാം. അപ്പൊ അതെങ്ങനെ റെക്കോർഡ്? ഇൻകം, എക്സ്പെൻസ് കൂടാം കുറയാം. ഇൻകം, വരുമാനം കൂടാം കുറയാം. ക്യാപിറ്റൽ കൂടാം കുറയാം. ലയബിലിറ്റി കൂടാം കുറയാം. അപ്പൊ ഇങ്ങനെ കൂടും കുറയാം. അപ്പൊ ഇതിന്റെ കൂടലുകളും കുറച്ചിലുകളുമാണ് എവിടെ സംഭവിക്കുക? ബിസിനസ്സിൽ സംഭവിക്കുക.
ഒന്നല്ലെങ്കിൽ ഇത് കൂടും, ആരോ മാർക്ക് മുകളിലോട്ട്, അല്ലെങ്കിൽ ഇത് കുറയും, അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യും, കുറയും. കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, യെസ്. അസറ്റ് കൂടിയെന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ കൂടിയതായിട്ട് എഴുതുന്നത്, ഇപ്പുറത്ത് നമ്മൾ കുറഞ്ഞു. അപ്പൊ അസറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി വെച്ച് ഡെബിറ്റ് ചെയ്യണം. എങ്ങനെയാണെന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യാം. അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് ഡെബിറ്റ് ചെയ്യണം, കൂടിയാൽ കുറഞ്ഞാൽ ക്രെഡിറ്റ്. എക്സ്പെൻസ് തന്നെ കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. അതായത് ഇവർക്ക് രണ്ടാക്കും ഒരേ നേച്ചർ. എന്ത് നേച്ചറാണ്? അപ്പൊ അസറ്റും കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. രണ്ടിനും സെയിം നേച്ചർ. ഓക്കെ, എക്സ്പെൻസും കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇൻകം, ലയബിലിറ്റി, ക്യാപിറ്റൽ. ഇത് കൂടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം, എല്ലാം ക്രെഡിറ്റ് ചെയ്യും. ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ഇവര് മൂന്നാളും ഒരേ നേച്ചർ. ഓക്കെ, ഇൻകം കൂടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം, കുറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ലയബിലിറ്റിയും ക്യാപിറ്റലും ഇതാണ് ഇവിടെ എഴുതി. പിന്നെ അപ്പൊ ഉണ്ടോ ഇവിടെ അസറ്റ്, ഇതിപ്പോ ഒരു അക്കൗണ്ടാണ്, അസറ്റിന്റെ അക്കൗണ്ട്. അസറ്റിനാണ് ഇവിടെ ടൈറ്റിൽ. ഇവിടെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്ത് തരിക. നമ്മൾ നേരത്തെ പറഞ്ഞു ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റും, ഡെബിറ്റിന് നമ്മൾ DR എന്നാണ് സൂചിപ്പിക്കുന്നത്, ക്രെഡിറ്റിന് നമ്മൾ TR. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഇത് ലെഫ്റ്റ് അല്ലേ, ലെഫ്റ്റ്. ഇതോ റൈറ്റ് അല്ലേ, റൈറ്റ്. റൈറ്റിൽ ക്രെഡിറ്റും ലെഫ്റ്റും കണ്ടോ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളിത് പഠിച്ചത് ആദ്യം ഈ ബോക്സ് പഠിച്ചല്ലോ. എപ്പോഴാണ് അസറ്റും എക്സ്പെൻസും കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻകം, ലയബിലിറ്റി, ക്യാപിറ്റൽ. അപ്പൊ ഇനി ഇവിടെ നോക്കൂ. അസറ്റ് ഇൻക്രീസ് എന്ത് ചെയ്യണം, ഡെബിറ്റ്. ഡിക്രീസ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റി ഏതായിരുന്നു, ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം, ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. എന്നെല്ലാം അവിടെ പഠിച്ച ക്യാപിറ്റൽ ഡിക്രീസ് ഡെബിറ്റ് ചെയ്യണം, ഇൻക്രീസ് ക്രെഡിറ്റ് ചെയ്യണം. എക്സ്പെൻസ് ഇൻക്രീസ് ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ക്രെഡിറ്റ് ചെയ്യണം. റവന്യൂ ഡിക്രീസ് ഡെബിറ്റ് ചെയ്യണം, ഇൻക്രീസ് ക്രെഡിറ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ഈ ഡെബിറ്റും ക്രെഡിറ്റും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളതിനെ റെക്കോർഡ് ചെയ്യാൻ പോകും. ഇനി എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പോകും? ഫസ്റ്റ് നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ഒരു എക്സാമ്പിൾ. ഫസ്റ്റ് റോഹൻ പർച്ചേസ് ഫർണിച്ചർ 80,000 രൂപ. അത് ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് അക്കൗണ്ട് അല്ലേ. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യാം. കുറഞ്ഞു കഴിഞ്ഞാലോ ക്രെഡിറ്റ് ചെയ്യാം. കണ്ടോ ഇവര് അക്കൗണ്ട് എഴുതിയിട്ടുണ്ട്. കണ്ടോ ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, അസറ്റ് ആണല്ലോ അല്ലെ. അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ റോഹൻ 80,000 റുപ്യക്ക് ഒരു പർച്ചേസ് ചെയ്യുന്ന ക്യാഷ് കൂടെ ചെയ്യുക കുറെ ചെയ്യണം. റോഹന്റെ അടുത്ത് പൈസ കുറയില്ലേ, കൊടുത്തിട്ട് എല്ലാം മേടിച്ചേ. അപ്പൊ ക്യാഷ് കുറയും. ക്യാഷ് കുറയാന്ന് പറഞ്ഞാൽ ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് ആണ്. അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. അല്ല അവര് ഡിക്രീസ് 80,000 ക്രെഡിറ്റ് എഴുതിയത് കണ്ടോ. ഇനി ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു അസറ്റ് അല്ലേ. ഫർണിച്ചർ അവിടെ കൂടി, ഇതുവരെ ഉണ്ടാവാത്ത ഒരു ഫർണിച്ചർ അവിടെ വാങ്ങി. അപ്പൊ എന്ത് ചെയ്തു, ആക്ച്വലി അസറ്റ് കൂടി എന്ത് ചെയ്യാം, ഡെബിറ്റ് ചെയ്യാം. ഇൻക്രീസ് 80,000. ഇനി പർച്ചേസ് മിഷനറി ഫ്രം 60,000 ഫ്രം ക്രെഡിറ്റ് ഓൺ ക്രെഡിറ്റിന് മേടിച്ചു. എവിടുന്ന്, ഇന്ത്യൻ മിഷനറി. അപ്പൊ നോക്കിക്കോ, എല്ലാത്തിനും ഡുവൽ ആസ്പെക്ട് ഉണ്ടാവും. രണ്ടെണ്ണത്തിന് എഫക്ട് ചെയ്യും. ഇവിടെ പൈസ കുറയുന്നുണ്ടോ, കുറയുന്നുണ്ട്. കാരണം പൈസ കൊടുത്തിട്ടാണ് നമ്മൾ മേടിച്ചത്, അല്ല ഓൺ ക്രെഡിറ്റ് കടത്തിന് മേടിച്ചത്. അപ്പൊ ആ മിഷനറി കൂടും അല്ലെ.
ഞാൻ അപ്പൊ അതിന്റെ ആൻസറിലോട്ട് പോകാതെ പറയാം. മിഷനറി അവിടെ ആക്ച്വലി കൂടി. മിഷനറി എത്ര കൂടി? 60,000 കൂടി. എന്താ മിഷനറി എന്ന് പറയുന്നത്? മിഷനറി ഒരു അസറ്റ് അല്ലടാ. അപ്പൊ ആ മിഷനറി 60,000 കൂടി. മിഷനറി കൂടിയാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യാം. അപ്പൊ മിഷനറി അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇവിടെ നമ്മുടെ ഇന്ത്യൻ മിഷനറി അക്കൗണ്ട് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി നമ്മുടെ ലയബിലിറ്റി അല്ലടാ. ഇവർക്ക് ഈ 60,000 കൊടുക്കണ്ടേ? കടത്തിന് മേടിച്ചതായതുകൊണ്ട് നമ്മുടെ ലയബിലിറ്റി അല്ലടാ, നമുക്ക് കടം തന്നതല്ലേ. കടം കൂടിക്കഴിഞ്ഞാൽ, ലയബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അവരിവിടെ എഴുതിയിട്ടുണ്ട്. ഉണ്ടോ? ഇവിടെ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഇന്ത്യൻ മാർക്ക് ഇത് ലയബിലിറ്റിയാണ്, ബാധ്യതടാ. ലയബിലിറ്റി ഇവിടെ കൂടി. എത്ര കൂടി? 60,000 കൂടി. അപ്പൊ ഇത് ക്രെഡിറ്റ് ചെയ്തു. മിഷനറി അസറ്റ് കൂടിയ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ്. ക്യാഷ് ഫോർ 50,000 ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ ബിസിനസ് ബൈ രാജേഷ്. ക്യാപിറ്റൽ വന്നു. അപ്പോ ക്യാഷ് വന്നു. ക്യാഷ് എന്താ? അസറ്റ്. ക്യാഷ് കൂടി. ക്യാഷ് കൂടിയാൽ നമ്മുടെ ക്യാഷ് ഇൻക്രീസ്. എത്ര ഇൻക്രീസ് ചെയ്തു? 50,000. ഡെബിറ്റ് ചെയ്യണം, കാരണം ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ്. ഇനി ക്യാപിറ്റൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ കൂടി, 50,000 കൂടി, ക്രെഡിറ്റ് ചെയ്യണം. അടുത്തത് എംപ്ലോയി ഫോർ സാലറി. സാലറി എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെലവല്ലേ, എക്സ്പെൻസ്. എക്സ്പെൻസ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇതല്ല നമ്മൾ പഠിച്ചേ. ഇപ്പൊ സാലറി അക്കൗണ്ട്, സാലറി ഉണ്ടല്ലോ, 60,000 കൂടി ഡെബിറ്റ് ചെയ്തു. ഇതെങ്ങനെയാന്നുള്ളത് വഴി മനസ്സിലാവുന്നത്, എങ്ങനെ റെക്കോർഡിങ്ങിലോട്ട് എത്തണമെന്നുള്ളത്. പിന്നെ ക്യാഷ് എന്ന് പറയുന്നത് എന്താ? അസറ്റ് കൂടി, അല്ല അസറ്റ് കുറഞ്ഞു. കാരണം ഇവിടെ പൈസ കൊടുത്തിട്ടല്ല നമ്മൾ സാധനം മേടിച്ചത്. സോ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും എപ്പോഴും ഉണ്ട്. അത് രണ്ട് ടാലി ആയിട്ടാണ്. അടുത്ത നോക്കടാ, റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഫ്രം മന്ത് 4,000. ഇൻട്രസ്റ്റ് കിട്ടി. ഇൻട്രസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഇൻകം അല്ലേ, വരുമാനമല്ലേ, അതായത് റവന്യൂ അല്ലേ. ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ, ഇൻകം കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യാം, ഇൻകം കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ പഠിച്ചത്. അതാണ് ഇവിടെ കണ്ടത്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഇതെന്തൊക്കെ എന്താ? ഇൻകം അക്കൗണ്ട് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട്. ഇൻക്രീസ് ചെയ്ത് 4,000 ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ആണ്. ക്യാഷും കൂടി, കാരണം 4,000 കയ്യിലോട്ട് കിട്ടി. ഇൻക്രീസ് ഡെബിറ്റ്. ഇനി ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്. താഴെ ഈ ഒരു ഇല്ലുസ്ട്രേഷൻ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇല്ലുസ്ട്രേഷൻ സ്റ്റേറ്റ് ദ അക്കൗണ്ട്സ് ടു ബി അഫക്റ്റഡ്. എങ്ങനത്തെ അഫക്ട് ചെയ്യുക? ടൈപ്സ് ഓഫ് അക്കൗണ്ട് ടു ബി ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? യെസ്. അപ്പൊ നമ്മുടെ ഇല്ലുസ്ട്രേഷൻ നോക്കണം. ഇപ്പൊ താഴെ തന്നിരിക്കുന്ന ഓരോ ട്രാൻസാക്ഷനിൽ ഏതാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏതാണ് ക്രെഡിറ്റ്? ഫസ്റ്റ് എന്താ? അങ്കൂർ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 6,00,000. ഇവിടെ രണ്ട് കാര്യങ്ങളല്ലേ. ക്യാഷ് കൊടുന്നു പറഞ്ഞാല് അവിടെ ക്യാഷ് കൂടി. പിന്നെ എന്താ കൂടിയേ? ക്യാപിറ്റൽ. അയാൾ ബിസിനസ്സിലോട്ട് കൊടുന്നേ, ക്യാപിറ്റലും കൂടിയില്ലേ. ക്യാഷ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്യാഷ് ഒരു അസറ്റ് അക്കൗണ്ടാണ്, കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കണ്ടോ, ഒന്ന് ഡെബിറ്റ്, ഒന്ന് ക്രെഡിറ്റ്. ഇപ്പോഴും ഇങ്ങനെ. സോ എങ്ങനെയാണ് അത് നോട്ട്? ഇതൊരു നോക്കിക്കൊണ്ടടാ. ട്രാൻസാക്ഷൻ നമ്പർ 1, ഒന്നാമത്തെ ട്രാൻസാക്ഷൻ. നെയിം ഓഫ് അക്കൗണ്ട്സ്, ക്യാഷ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. ഒന്നാമത്തെ ക്യാഷ് ആണോ, ഒന്ന് ക്യാപിറ്റൽ ആണ്. രണ്ടെണ്ണത്തിനാണല്ലോ എഫക്ട് ചെയ്യണം. ഡുവൽ എഫക്ട്. അതില് ടൈപ്പ് ഓഫ് അക്കൗണ്ട് അല്ലേ? ഫസ്റ്റ് ഒന്ന് ഏതാ? ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് അക്കൗണ്ട് ആണ്. രണ്ടാമത്തെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാഷ് ഇവിടെ ഇൻക്രീസ് ചെയ്തു, ക്യാപിറ്റലിലൂടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇത് ഡെബിറ്റ് ചെയ്യണം, ഇത് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. ഇനി രണ്ടാമത്തെ നോക്കിക്കോ. രണ്ടാമത്തെ എന്താ? പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഇവിടെ ക്യാഷ് കൂടി, അല്ല ക്യാഷ് കുറഞ്ഞു. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൂടി അല്ലെ. അപ്പൊ നോക്കണം താഴെ പർച്ചേസ് ക്യാഷ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാ എക്സ്പെൻസ്, ഒരു ചെലവല്ലടാ, ചെലവ്. സോ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താ?
പർച്ചേസ് ഡെബിറ്റ് ചെയ്യണം, പർച്ചേസ് കൂടി, എക്സ്പെൻസ് കൂടിയോ ഡെബിറ്റ് ചെയ്യാം. ക്യാഷ് കുറഞ്ഞു ക്രെഡിറ്റ് ചെയ്യാം. പെയ്ഡ് സാലറീസ്, പെയ്ഡ് സാലറീസ് എന്താ, ക്യാഷ് കുറഞ്ഞു സാലറി കൂടി. സാലറി എന്ന് പറയുന്നത് എന്ത് അക്കൗണ്ടാ, സാലറി പിന്നെ ക്യാഷ്. സാലറി എന്ന് പറയുന്നത് എന്താ, എക്സ്പെൻസ് അക്കൗണ്ട് ആണ്, ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് അക്കൗണ്ട്. സാലറി കൂടി ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് കുറഞ്ഞു ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, സെയിൽസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, കടത്തിന് ഗുഡ്സ് ആർക്ക് വിറ്റു, രോഹിത്തിന് വിറ്റു. അപ്പൊ ഇവിടെ സെയിൽ എന്ന് പറയുന്നത് എന്താ, ഇവിടെ സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം അല്ലടാ. സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇൻകം അല്ലെ, നമുക്ക് ഇൻകം കിട്ടുന്ന ആകെ ഒറ്റ സോഴ്സാണ് സെയിൽ, വിൽക്കുക. അപ്പൊ സെയിൽ കൂടിയാൽ, സെയിൽ കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകം കൂടുക. ഇൻകം കൂടിക്കഴിഞ്ഞാൽ, ഇപ്പൊ സെയിൽ കൂടിയപ്പോൾ അപ്പൊ ഇൻകം, സെയിൽ എന്ത് ചെയ്യണം, ഇൻകം കൂടിയ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ഓൺ ക്രെഡിറ്റ് ആണ്, കടത്തിന് കൊടുക്കണം. സോ കടത്തിന് രോഹിത്തിന് ഞാൻ കൊടുക്കുമ്പോൾ അവിടെ ഒന്ന് സെയിൽ ആണ്, ആ സെയിൽ കൂടുമ്പോൾ സെയിൽ കൂടിയ ക്രെഡിറ്റ് ചെയ്യാം. ഇനി ഇവിടെ നമ്മുടെ ഡെപ്റ്റർ അല്ല ആര്, രോഹിത്. രോഹിത് നമുക്ക് പൈസ തരാനുള്ളത്. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണത്, അസറ്റ് ആണ്. ഡെപ്റ്റർ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ആരാ ഡെപ്റ്റർ, നമുക്ക് പൈസ തരാനുള്ള ആളുകളൊക്കെ ഡെപ്റ്റർ. ഓക്കെ, ഈ ഡെപ്റ്ററിനെ എപ്പോഴാണ് വിളിക്കാൻ അറിയോ, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ. നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ ഇപ്പൊ പൈസ തരാനുള്ള ആൾക്കാരൊക്കെ ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ, ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ലോൺ എടുക്കും, അല്ല അത് നമുക്ക് പൈസ തരാനില്ല, ലോൺ കിട്ടില്ല. ഓക്കെ, ലോൺ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണില്ല. പക്ഷെ പൈസ തരാനുള്ള ആളുകൾ, പൈസ തരാനുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഡെപ്റ്റർ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ സെയില് കൊടുത്തിട്ട്, അതായത് ഒരു കച്ചവടം നടന്നിട്ട് നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരാണ് നമ്മൾ വിളിക്കുന്നത് ഡെപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഡെപ്റ്റേഴ്സ് ആൾവേസ് നമ്മുടെ അസറ്റ്. അപ്പൊ രോഹിത് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡെപ്റ്റർ ആണ്. കാരണം നമ്മൾ രോഹിത്തിന് ഒരു സാധനം കൊടുത്തു, രോഹിത് അവർക്ക് പൈസ തരാറുണ്ട്. ദെൻ രോഹിത് ഈസ് അവർ അസറ്റ്. അസറ്റ് കൂടി എന്ത് ചെയ്യണം, റേറ്റ്. അപ്പൊ രോഹിത് എന്ന് പറഞ്ഞ അക്കൗണ്ട് എന്ത് ചെയ്യണം, രോഹിത് പറഞ്ഞാൽ കൂടി, അപ്പൊ ഡെബിറ്റ് ചെയ്യണം. എങ്ങനെയാണ് അവർ ചെയ്തിട്ടുള്ളത് നോക്കിക്കോ. രോഹിത്, ശ്രദ്ധിച്ചോ ഈ ലൈൻ, രോഹിത് സെയില് അല്ലെ, സെയില് കൂടി, രോഹിത് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റർ കൂടി. രോഹിത് എന്താ, അസറ്റ് ഡെപ്റ്റർ ആണ്, അസറ്റ് ആണ്, ഡെപ്റ്റർ ആണ്. സെയിൽ എന്ന് പറഞ്ഞാൽ വരുമാനമാണ്. അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം, ആരെ, സെയിൽ. പിന്നെ ഓഫീസ് മിഷനറി പെർസണേജ്, ക്യാഷ് കുറഞ്ഞ് മെഷീൻ കൂടി. നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പൊ നമ്മുടെ ഓഫീസ് മെഷീന് ക്യാഷ്, അസറ്റ്, മെഷീൻ എന്ന് പറഞ്ഞ അസറ്റ് ആണ്, ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് ആണ്. ഇവിടെ മെഷീന് കൂടി ക്യാഷ് കുറഞ്ഞു, മെഷീന് കൂടി ക്യാഷ് കുറഞ്ഞു. ഓക്കെ, ഇത് ഡെബിറ്റ് ചെയ്യണം, ഇത് ക്രെഡിറ്റ് ചെയ്യണം. ലോൺ എടുത്തു, ഹി ടുക്ക് എ ലോൺ ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു. അപ്പൊ എന്താ, ബാങ്ക് കൂടിയില്ലടാ, ലോൺ എടുത്ത ബാങ്കത്തെ ബാലൻസ് കൂടും, ആ ക്യാഷ് അവിടെ കൊടുത്തിട്ടുണ്ടാവില്ലേ. ബാങ്ക് എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി കൂടി. അപ്പൊ അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, ക്യാഷ് കൂടി അല്ലെ, ക്യാഷ് ആണെങ്കിൽ ബാങ്കത്തെ ബാലൻസ് കൂടി, അല്ലെങ്കിൽ കയ്യിലുള്ള ക്യാഷ് കൂടി. രണ്ടാമത്തെ ബാങ്ക് ലോൺ. അപ്പൊ ഫസ്റ്റ് വന്നത്തെ ക്യാഷ് എന്താ, അസറ്റ്. ബാങ്ക് ലോൺ എന്ന് പറയാൻ ലാബിലിറ്റി, അപ്പൊ തിരിച്ചു കൊടുക്കേണ്ടത്. ക്യാഷ് കൂടി ഡെബിറ്റ് ചെയ്യണം, ബാങ്ക് ലോൺ കൂടി ലയബിലിറ്റി ആണ്, ലയബിലിറ്റി ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തതാണ് റിസീവ്ഡ് കമ്മീഷൻ. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വരുമാനമാണ്, കമ്മീഷൻ കിട്ടുക. അപ്പൊ ഇത് റവന്യൂ അല്ലേ, ഈ റിസീവ്ഡ്. അപ്പൊ എന്ത് ഉണ്ടാവും, 4000. ഈ അപ്പൊ ഈ 4000 റുപ്യ ക്യാഷ് ആയിട്ട് കിട്ടിണ്ടാവില്ലേ, ക്യാഷ് കൂടി ഡെബിറ്റ് ചെയ്യണം. കമ്മീഷൻ എന്ന് പറയുന്നത് റവന്യൂ ആണ്, വരുമാനം. ഓക്കെ, വരുമാനം കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. യെസ്, അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വരുമാനമാണ്, വരുമാനം കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം, ക്യാഷ് കൂടി ഡെബിറ്റ് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ രണ്ടാണ്. ഏഴാമത്തെ ക്യാഷ്, കമ്മീഷൻ. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ആണ്, റവന്യൂ ആണ്. ക്യാഷ് കൂടി ഡെബിറ്റ് ചെയ്യണം, കമ്മീഷൻ കൂടി വരുമാനമാണ്, ക്രെഡിറ്റ് ചെയ്യണം. കോസ്റ്റ് പെയ്ഡ്, പോസ്റ്റേജ് പെയ്ഡ് എന്താ, എക്സ്പെൻസാ. ക്യാഷ് കുറയും, എക്സ്പെൻസ് കൂടും. പോസ്റ്റേജ് ക്യാഷ്, എക്സ്പെൻസ്. പോസ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പെൻസാ, ഒരു ചെലവാടാ. ക്യാഷ് കുറഞ്ഞു, അപ്പൊ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം, എക്സ്പെൻസ് കൂടി ക്രെഡിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കൂടി മീൻസ് ഇല്ലാത്തൊരു എക്സ്പെൻസ് വരികയാണ്, അത് കൂടുതലല്ലടാ. പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അത് നമ്മൾ ചെറിയ ചെറിയ എക്സ്പെൻസ് ഒക്കെയാണ്. പോസ്റ്റേജ് എന്ന് പറയുന്നത് എന്താ, അയക്കാനുള്ള ചിലവൊക്കെയാണ്. അപ്പോൾ ചെറിയ ചിലവൊക്കെ ചിലവാണെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. വലിയ പതി പെയ്ഡ് റെന്റ്. റെന്റ് എന്ന് പറയുന്നത് എന്താ, റെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൂടി ക്യാഷ് കുറഞ്ഞു. അപ്പൊ റെന്റ് ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് റിസീവ്ഡ് ഫ്രം രോഹിത്. രോഹിത്തിന് നമ്മൾ നേരത്തെ കാറാത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 10ാമത്തെ നോക്കണം. 9ാമത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ എഴുതിയിരുന്നു റെന്റ് ക്യാഷ്. റെന്റ് കൂടി, റെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൂടി, എക്സ്പെൻസ് ആണ്, ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. റെന്റ് കൂടി ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് കുറഞ്ഞു ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. ഈ ലാസ്റ്റ് പറഞ്ഞ എന്താ, റിസീവ്ഡ് ക്യാഷ് ഫ്രം രോഹിത്. രോഹിത് ആരാ, നമ്മുടെ ഡെപ്റ്ററാ, നമ്മളേക്കൊന്ന് കടം വെച്ചു. അപ്പൊ അയാൾ ക്യാഷ് നമുക്ക് തന്നു 60,000. ഇത് നമ്മളൊക്കെ കടത്തിന് മേടിച്ചതാ. അപ്പൊ ഈ ക്യാഷ് കൂടി അല്ലെ, ക്യാഷ് കൂടി. രോഹിത് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ ഡെപ്റ്ററാ. ഡെപ്റ്റർ എന്ന് പറഞ്ഞ അസറ്റ് അല്ലേ. അപ്പൊ ആ 60,000 അയാൾ തരാനുണ്ടായിരുന്നു. അപ്പൊ അത് കുറഞ്ഞില്ല. ഇനി 60,000 അയാൾ തരാനില്ല. ഇനി ആള് 0 വെച്ചിട്ട് തരാം. അപ്പൊ ആക്ച്വലി ഡെപ്റ്റർ കുറഞ്ഞു, അസറ്റ് കുറഞ്ഞു. അസറ്റ് കുറഞ്ഞ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഉണ്ടോ, ക്യാഷ് കൂടി ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറഞ്ഞു ക്രെഡിറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ വേണം. ജസ്റ്റ് ഞാൻ പെട്ടെന്നായിട്ട് വരാം. ലിസ്റ്റ് ഓഫ് ദി യൂണിറ്റ് ടിക്ക് ബിലോ ദി കാറ്റഗറി. വെയ്ജ്. വെയ്ജ് എന്താ, അസറ്റ് ആണോ ലാബിലിറ്റി ആണോ? ലാബിലിറ്റി ആണോ, റവന്യൂ ആണോ, എക്സ്പെൻസ് ആണ്? പറ. വെയ്ജ്, കൂലി കൊടുക്കുക. ഏതാണ്, എക്സ്പെൻസ്. ബിൽഡിംഗ്. ബിൽഡിംഗ് എന്താ, ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അസറ്റ്. ഓഫീസ് മെഷീൻ. മെഷീൻ എന്താ, അസറ്റ്. ക്യാഷ് അസറ്റ്. മോഹൻ സപ്ലയർ. നമുക്ക് സപ്ലൈ ചെയ്യുന്ന ആളാണ്. അപ്പോ നമുക്ക് സപ്ലൈ ചെയ്യുന്ന ആൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനല്ല ഉണ്ടാവുക. നമുക്ക് ഇങ്ങോട്ട് സപ്ലൈ ചെയ്യുന്ന ആള് അയാൾ ഇങ്ങോട്ട് പൈസ തരാനുണ്ടാവും. ഇല്ല, അയാൾ സാധനം സപ്ലൈ ചെയ്യുന്ന എന്തായാലും നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ സപ്ലയർ എന്താ, ലയബിലിറ്റിയാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാം, ബാധ്യത. കൃഷ്ണൻ ഏതാ, ഓണറാണ്, ക്യാപിറ്റൽ. രാധ കസ്റ്റമറാ. കസ്റ്റമർ എന്താ, നമുക്ക് പൈസ ഇങ്ങോട്ട് തരാം. മറ്റേത് മോഹന് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനായിരുന്നു, അതുകൊണ്ട് അയാൾ ലയബിലിറ്റി. പക്ഷെ രാധാറിന് നമുക്ക് പൈസ ഇങ്ങോട്ട് തരാം, കിട്ടാനല്ല. ഭാവിയിൽ ഫ്യൂച്ചർ ഫ്ലോ. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്താ, റവന്യൂ, വരുമാനമല്ലടാ, പലിശ കിട്ടി. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പറഞ്ഞാൽ എന്താ, ലോണ് പോലെ. അപ്പോൾ ലോൺ പറഞ്ഞാൽ എന്താ, ക്യാപിറ്റൽ അല്ല, ലയബിലിറ്റി. കമ്മീഷൻ ഉണ്ട്, റവന്യൂ അല്ലടാ, വരുമാനം. ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് കൊടുത്തു. ഡിസ്കൗണ്ട് നമുക്ക് എന്താ, ചിലവ്. നമ്മളെ സംബന്ധിച്ചോളം ചിലവ്. മറ്റവർക്ക് ലാഭമാണ്, പക്ഷെ നമുക്ക് ഡിസ്കൗണ്ട് അലൗ ചെയ്തെന്താ, അക്കൗണ്ടിങ് പറയുന്നത്. ഈ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്, ഈ ഡെബിറ്റും ക്രെഡിറ്റും എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് സുഖത്തിലും സൗകര്യത്തിലും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് ഈ ഡെബിറ്റ് ക്രെഡിറ്റ്. നിങ്ങൾ ഭാവിയിൽ അതിന്റെ നമ്മൾ തുടർന്ന് പോകുമ്പോൾ നിങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്കിലോട്ട് കടക്കും. ബേസിക് ഓഫ് എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക്. ഓക്കെ, 3 തരത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു അക്കൗണ്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റും. പല ബേസിസിൽ പല അക്കൗണ്ടിങ്സ്. അതില് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ആണ് പറയുന്നത്. ഓക്കെ, 3 തരം അക്കൗണ്ടിങ് സിസ്റ്റംസ്. അതൊക്കെ കുറെ സിസ്റ്റംസ് ആണ്. അതൊക്കെ പലയിടത്തും പല ബിസിനസ്സിനും യൂസ് ചെയ്യുന്ന പല സിസ്റ്റംസ് ആണ്. ഓക്കെ, ഇതിൽ പോപ്പുലർ ആയിട്ടുണ്ട്, നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും യൂസ് ചെയ്യേണ്ടതുണ്ട്, പക്ഷെ ചില ബിസിനസ് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ 3 ഫസ്റ്റ് ക്യാഷ് ബേസ് അക്കൗണ്ട്. ഫസ്റ്റ് ബേസ് എന്താണ്, ക്യാഷ് ബേസ് അക്കൗണ്ടിങ് സിസ്റ്റം ആണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തത് എന്താ, അക്രൂവൽ ബേസിസ് അക്കൗണ്ടിങ്. അതെന്താന്നൊക്കെ വഴി ഞാൻ പറഞ്ഞുതരും. രണ്ടാമത്തത് അക്രൂവൽ ബേസിസ് അക്കൗണ്ടിങ്. മൂന്നാമത്തതാണ് എന്ത്, ഹൈബ്രിഡ് ബേസിസ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് വണ്ടികൾ എന്നൊക്കെ കേട്ടിട്ടുള്ളതാണ്. എന്താ ഹൈബ്രിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, രണ്ടും പാടെ ചേർന്നത്, ആണും പെണ്ണും ചേർന്നത് എന്ന് പറഞ്ഞ പോലെ ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഈ ക്യാഷ് കൺസെപ്റ്റും അല്ലെങ്കിൽ ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ്ങും അക്രൂവൽ ബേസിസ് അക്കൗണ്ടിങ്ങും രണ്ടും പാടെ ജോയിൻ ചെയ്തതാണ് എന്ത്, ഹൈബ്രിഡ് ബേസിസ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് നമുക്ക് ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ് എന്നാണ് നോക്കാം. ഓക്കെ, ഈ ക്യാഷ് അല്ല ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ സാധാരണ ചെയ്യാറ് അക്രൂവൽ ബേസിസ് അക്കൗണ്ടിങ്. ക്യാഷ് ബേസ് അക്കൗണ്ടിങ് ഉണ്ടാവും.
This is a system. Accounting entries are recorded when the cash received or paid. പൈസ കിട്ടിയോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനമായിട്ടാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ളത്. എന്നൂടെ പറയാം, പൈസ അല്ലെങ്കിൽ ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. റവന്യൂ റെക്കഗ്നൈസ്ഡ് ഓൺലി റെസീപ്റ്റ് ഓഫ് ക്യാഷ്. ഫോർ എക്സാമ്പിൾ, എടാ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ, രോഹിത്തിന് കടത്തിന് എത്ര രൂപക്ക് വിറ്റു? സപ്പോസ് 1,00,000 രൂപക്ക് വിറ്റത്. 1,00,000 രൂപയുടെ സാധനം നമ്മൾ കൊടുത്തു. രോഹിത്തിന് വിറ്റു. രോഹിത്തിന് എങ്ങനെ വിറ്റ്? ക്രെഡിറ്റിനെ വിറ്റ്. എങ്ങനെ വിറ്റ്? ക്രെഡിറ്റ്. ഇവിടെ ക്രെഡിറ്റിന് വിറ്റ് കഴിഞ്ഞാൽ കടത്തിന് വിറ്റ് 1,00,000 ശരിക്കും ഇപ്പോൾ 1,00,000 നമുക്ക് ആ കോസ്റ്റ് 1,00,000 നമുക്ക് സാധനം മേടിക്കാൻ കുറച്ച് ചിലവ് വന്നിട്ടുണ്ടാവില്ലേ? യെസ്. അപ്പൊ ആ 1,00,000 40,000 രൂപ നമ്മുടെ പ്രോഫിറ്റാണ്. 40,000 പ്രോഫിറ്റും ഈ 60,000 എന്ന് പറയുന്നത് നമ്മൾ ആ സാധനം അവന് വിറ്റ സാധനം നമ്മൾ മേടിച്ചതിന്റെ കോസ്റ്റാണ്, ചെലവാണ്. അപ്പൊ നമ്മൾ ഇത് ആക്ച്വലി ഈ 40,000 പ്രോഫിറ്റാണ്. അപ്പോൾ ഇത് ശരിക്കും ഈ ഒരു കച്ചവടം നടക്കുന്നതിലൂടെ 40,000 പ്രോഫിറ്റ് കിട്ടിയില്ലേ? ഇത് ഇയാൾ ചിലപ്പോൾ ഈ 1,00,000 ചിലപ്പോൾ തരാം, ചിലപ്പോൾ തരാതിരിക്കാം, രണ്ടും കാണും. അപ്പൊ ക്യാഷ് ബേസിലാണെങ്കിൽ ഈ ട്രാൻസാക്ഷൻ അയാൾ ഈ 1,00,000 രൂപയ്ക്ക് ഈ സാധനം മേടിച്ചു എന്ന ട്രാൻസാക്ഷൻ എപ്പോഴാണ് റെക്കോർഡ് ചെയ്യുക? വെൻ അയാൾ പൈസ തരുമ്പോൾ. അയാൾ എനിക്ക് ക്യാഷ് തന്നിട്ട് പൈസ സാധനം മേടിക്കുകയാണെങ്കിൽ എപ്പോഴാണോ, അല്ലെങ്കിൽ അയാൾ എപ്പോഴാണ് പൈസ തരുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക, ഇത് സെയിലായിട്ട് റെക്കോർഡ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. കാരണം ക്യാഷ് കിട്ടിയാലും നമ്മൾ ക്യാഷ് കിട്ടിയില്ലെങ്കിൽ റെക്കോർഡ് ചെയ്യില്ല. മനസ്സിലായോ? ഒരു എക്സ്പെൻസ് നടന്നു, എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ അപ്പോൾ റെക്കോർഡ് ചെയ്യില്ല. എക്സ്പെൻസിന് പൈസ കൊടുത്താലും നമ്മൾ റെക്കോർഡ് ചെയ്യും. That's called the cash. And similarly, expenses are recorded when it's paid. Expense എവിടെയാണ് ഗ്രൂപ്പ് എക്സ്പെൻസ്? ഇപ്പോൾ നമ്മൾ കടത്തിന് എന്തെങ്കിലും സാധനം മേടിച്ചു, അങ്ങനെ അത് അപ്പം റെക്കോർഡ് ചെയ്യില്ല, നമ്മൾ അതിന് പൈസ കൊടുത്താലോ റെക്കോർഡ് ചെയ്യും. ഡിഫറൻസ് വിത്ത് ഈ കേസിൽ ക്യാഷ് ബേസിൽ ഡിഫറൻസ് ഇസ് ടോട്ടൽ റവന്യൂ. ടോട്ടൽ റവന്യൂ ടോട്ടൽ റെപ്രസെന്റ്, അത് തമ്മിലുള്ള ഡിഫറൻസ്. ടോട്ടൽ റവന്യൂ എന്ന് എന്താ? എത്ര പൈസ ഇങ്ങോട്ട് കിട്ടി, എത്ര പൈസ കൊടുത്തു, അതാണ് ടോട്ടൽ എക്സ്പെൻസ്. അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്ത് ഇതുള്ളത്. ഓക്കെ, എന്താ അഡ്വാൻറ്റേജ്, എന്താണ് ഇതിന്റെ ബെനിഫിറ്റ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായടാ. അപ്പൊ കടത്തിന് നമ്മൾ വിറ്റാലും എപ്പോഴാണ് നമ്മൾ സെയിലായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്? വെൻ ദ കംപ്ലീറ്റ് എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു അവർ അക്കൗണ്ട്. നമ്മുടെ അക്കൗണ്ടിലോട്ട് എപ്പോഴാണ് പൈസ വരുന്നത്? ഈ എക്സ്പെൻസ് നമ്മൾ ഈ പൈസ കൊടുക്കണ എപ്പോഴാണുള്ളൂ? ഒരു എക്സ്പെൻസ് ഇപ്പൊ റെന്റ് കൊടുക്കാനായി, ഈ മാസം 31 ആയി, റെന്റ് കൊടുക്കാനായി, പക്ഷെ നമ്മൾ ആ റെക്കോർഡ് ചെയ്യോ? ഇല്ല. അത് എപ്പോഴാണ് റെക്കോർഡ് ചെയ്യും? പൈസ കൊടുക്കുമ്പോൾ റെക്കോർഡ് ചെയ്യും. അപ്പൊ ക്യാഷ് ബേസിക്കില്ല. ക്യാഷ് എപ്പോഴാണ് കൊടുക്കുന്നത്? അഡ്വാൻറ്റേജ്. അതാണ് അഡ്വാൻറ്റേജ്. The following are done. It is very simple. No adjustment entry required. അത് വളരെ സിമ്പിളാണ്. ഇത് തന്നെയാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ മെജോറിറ്റി ഓഫ് നമ്മുടെ ബിസിനസ് സാധാരണ സിമ്പിളൊക്കെ ആയിട്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു സിസ്റ്റം. സ്റ്റെപ്പ് യെസ്, അതുകൊണ്ട് ഇത് സിമ്പിൾ ആണ്. നോ അഡ്ജസ്റ്റ്മെന്റ്, അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇവിടെ കൂടുതൽ വരില്ല. നമ്മുടെ ബാക്കിയുള്ള അക്കൗണ്ടിൽ കുറച്ചുകൂടെ നമ്മൾ കൂടുതൽ എൻട്രീസ് പാസ് ചെയ്യേണ്ടി വരും. ഇവിടെ അത്രയും എൻട്രീസ് പാസ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, അടുത്തതാണ് ഇറ്റ് അപ്പിയേഴ്സ്. എന്താണ്? മോർ ഒബ്ജക്റ്റീവ്ലി വെരി ഫ്യൂ എസ്റ്റിമേറ്റ്സ് ആൻഡ് പേഴ്സണൽ ജഡ്ജ്മെന്റ് ആണ് റിക്വയർഡ്. ഇതിൽ കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല, ഫ്യൂ ജഡ്ജ്മെന്റ്, കുറെ ആലോചിച്ച് ചെയ്യാനൊന്നുമില്ല. സിമ്പിളായിട്ട് ക്യാഷ് എത്ര വരുന്നത് അത്ര ആലോചിക്കാം, കൂടുതൽ ജഡ്ജ്മെന്റോ കാര്യങ്ങളൊന്നും ആവശ്യം. ഓക്കെ, ഈസ് സ്യൂട്ടബിൾ ദോസ് എൻറ്റിറ്റി വിച്ച് ഹാസ് മോസ്റ്റ് ട്രാൻസാക്ഷൻ ക്യാഷ് ബേസ്. ഇത് ആർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? ബിസിനസ്സിൽ ക്യാഷ് മാത്രം, ക്യാഷ് ബേസിസിൽ മാത്രം. അതായത് ക്യാഷ് അപ്പൊ റെഡി, കടത്തിനൊന്നും ആരും കൊടുക്കില്ല, കടത്തിന് വാങ്ങില്ല, കടത്തിന് കൊടുക്കില്ല. ഇങ്ങനത്തെ സിസ്റ്റംസ് ഉള്ള ആളുകൾക്കാണ് ഇത് എഫക്റ്റീവായിട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്യാഷ് ബേസിസ്. ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഡിസ്അഡ്വാൻറ്റേജസ്. Adopting cash basis of account. എന്താ? It does not give a true and fair view of the loss of financial position.
ഒരു ട്രൂ ആൻഡ് ഫെയർ തരുന്നില്ല എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ കുറേ ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ടാവും, പക്ഷെ നമ്മൾ അത് റെക്കോർഡ് ചെയ്തിട്ടില്ലടാ. റെക്കോർഡ് ചെയ്യണ്ടേ? കാരണം റെക്കോർഡ് ചെയ്താലേ അത് എന്നേ ഉള്ളൂ നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ അവസ്ഥ ഫൈനാൻഷ്യലി പണപരമായിട്ട് നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല. കാരണം എന്താ, റെക്കോർഡ് ചെയ്തിലൊക്കെ ക്യാഷ് കൊടുക്കുമ്പോൾ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് അതൊരു പ്രശ്നമാണ്. അതാണ് ട്രൂ ആൻഡ് ഫെയർലി. ട്രൂ എന്ന് പറഞ്ഞാൽ എന്താ, സത്യമായിരിക്കില്ല. ആൻഡ് ഫെയർ അല്ലേ, സത്യമായിരിക്കില്ല എന്നുണ്ടെങ്കിൽ ട്രൂ ആൻഡ് ഫെയർ ഒരു യൂസേജാ ഓഫ് പ്രോഫിറ്റ് അല്ല സപ്പോർട്ട്. ഇവിടെ പ്രോഫിറ്റും ലോസ് ഒന്നും കറക്റ്റ് ആയിരിക്കില്ല. ഇറ്റ് ഡസ് നോട്ട് ഫീൽ ദ കൺസെപ്റ്റ് ഓഫ് പെർമനൻസ്. മാത്രമല്ല ഇങ്ങനെയല്ല നമ്മൾ അക്കൗണ്ടിങ്ങിൽ ചെയ്യേണ്ടത്. ഇത് നമ്മുടെ അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആയിട്ട് നഷ്ടമാവുന്നില്ല. നമ്മൾ അക്രൂവൽ കൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അക്രൂവൽ ബേസിസിലാണ് ചെയ്യേണ്ടത്. അക്കൗണ്ടിങ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് അക്കൗണ്ടിങ് ബേസിസ് ആണോ ക്യാഷ് ബേസിസ് ആണോ അക്കൗണ്ടിങ് കാലാവധി. ഇനി നമ്മളവിടെ ഒരു ഇൻഡിക്കേഷൻ തന്നിരിക്കാം. ഓക്കെ, ക്യാഷ് ബേസിസ് അക്കൗണ്ട് അവിടെ 2013-2014 ഫൈനാൻഷ്യൽ ഇയറിൽ മേലാരാം എന്ന് പറയുന്ന ആള് ഹാഡ് ക്യാഷ് സെയിൽസ് 58,000 രൂപയ്ക്ക് സെയിൽ നടത്തി, കച്ചവടം നടത്തി, ക്യാഷ് സെയിൽസ് അപ്പൊ തന്നെ ഒരു പൈസ നടത്തി. ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് 2,65,000, കടത്തിന് 2,65,000 കിട്ടും. എക്സ്പെൻസ് ഫോർ ദ ഇയർ എത്ര, 4,60,000. ഔട്ട് ഓഫ് വിച്ച് 60,000 ആർ സ്റ്റിൽ ടു ബി പെയ്ഡ്. ഇതിൽ 60,000 സ്റ്റിൽ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല, കൊടുക്കാനുള്ളതാണ്. ഫൈൻഡ് ഔട്ട് മേലാരാംസ് ഇൻകം ഫോർ ദ ഇയർ 2013-2014 ക്യാഷ് ബേസിസ്. അപ്പൊ നമ്മുടെ ഇതില് നമ്മുടെ ജസ്റ്റ് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഈ 60,000 നമ്മൾ റെക്കോർഡ് ചെയ്യോ? ഇല്ല. കാരണം എന്താ, ഈ നമുക്ക് ആക്ച്വൽ എക്സ്പെൻസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് സെയിൽ ഈ 5,80,000 രൂപ ഉണ്ടല്ലോ ക്യാഷ് സെയിൽ, ഇത് നമ്മൾ ഫുള്ള് റെക്കോർഡ് ചെയ്യും, കാരണം അതിന് പൈസ കിട്ടിയതാ. പക്ഷെ ആൻഡ് ക്രെഡിറ്റ് സെയിൽ ഈ 2,60,000 സെയിൽ നടന്നിട്ടുണ്ട്, ഇതിന്റെ പൈസ കിട്ടിയോ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ എക്സ്പെൻസ് 4,60,000 ആക്ച്വലി ഉണ്ട്, അതിൽ 60,000 പ്രൊവൈഡ് ചെയ്തില്ല. അപ്പൊ എത്ര മാത്രം എക്സ്പെൻസ് കാണിക്കുള്ളൂ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്ത്, ഉണ്ടോ എക്സ്പെൻസ് ഇവിടെ എത്ര ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഉണ്ടോ റവന്യൂ എത്ര, 5,04,00,000 എക്സ്പെൻസ്, അപ്പൊ എത്ര, 7,80,000. ഇത് ക്യാഷ് കിട്ടിയതാ, സെയിൽ നടത്തി ക്യാഷ് കിട്ടി. എക്സ്പെൻസ് 4,60,000 ഉണ്ടായിരുന്നു, പക്ഷെ 4,00,000 കൊടുത്തില്ല, അപ്പൊ 4,00,000. അതേപോലെ ഡിഫറൻസ് 1,80,000 പ്രോഫിറ്റ്. സിമ്പിൾ കാൽക്കുലേഷൻ. ഓക്കെ, മനസ്സിലായില്ല? രണ്ടാമത്തെ മെത്തേഡാണ് അക്കൗണ്ട്. നമ്മുടെ റവന്യൂ ആൻഡ് എക്സ്പെൻസ് ആർ taken into consideration for the purpose of income determination of basis of accounting relate. The accrual makes the distance between the accrual receipt and the cost. Accrual എന്ന് പറഞ്ഞാൽ പറയാം സംഭവിച്ച, ഓക്കെ, ഒരു കാര്യം സംഭവിച്ചു. ഇപ്പോ ശരിക്കും ഇപ്പൊ റെന്റ് ഇപ്പൊ നമ്മൾ വാടക കൊടുക്കുക. റെന്റ് ശരിക്കും ഒരു മാസം നമ്മൾ ഒരിടത്ത് ബിസിനസിന് വേണ്ടിയിട്ട് റെന്റ് എടുക്കുന്നില്ല. ആ റെന്റ് ഇപ്പൊ 31st നമ്മൾ എല്ലാ മാസം 31st ഒരു ആ മാസം അവസാനം 13th കൊടുക്കണമെന്ന് വിചാരിക്കും. അങ്ങനെ ഈ 13th റെന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാസം കഴിയുന്നതോടുകൂടി ശരിക്കും നമ്മൾ ആ പൈസ കൊടുത്തിട്ടില്ലെങ്കിലും ആ പൈസ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണല്ലോ. ഓക്കെ, ആ റെന്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ശരിക്കും ആ ഒരു മാസം കഴിഞ്ഞതോടുകൂടി റെന്റ് കൊടുക്കാറതിന് ബാധ്യത നമുക്ക്. അപ്പൊ ആ ഒരു സംഭവം ഉണ്ടായ ഉടനെ തന്നെ അക്രൂവൽ ബേസിസ്. എന്താ ക്യാഷ് ബേസിസ്? എപ്പോഴാണ് റെന്റ് കൊടുക്കുന്നത്? ചിലപ്പോഴാ, ഇത് പറയാൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ അക്രൂവൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴാ നമ്മള് 2-3 മാസമൊക്കെ ഒരുമിച്ചായിരിക്കും കൊടുക്കുക. ഇപ്പൊ ക്യാഷ് ബേസിസിലാണെങ്കിൽ എപ്പോഴേ കൊടുക്കുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. ക്യാഷ് എപ്പോഴാണോ കൊടുത്തത് അപ്പോഴേ റെക്കോർഡ് ചെയ്യുള്ളൂ. മറ്റൊരു ഓരോ മാസം കഴിയുമ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ക്യാഷ് കൊടുത്തത് എപ്പോഴായിട്ടേ കാണിക്കുള്ളൂ, ക്യാഷ് എപ്പോഴാണ് കൊടുത്തത് അപ്പോഴേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ്. ഓക്കെ,
റവന്യൂ ആക്ച്വൽ പിന്നെ ക്യാഷ് ലീഗൽ പിന്നെ ഇനി അതുപോലെ തന്നെ ഞാൻ വേറെ ഒരു കേസസ് കൂടി പറയാം. സെയില് അപ്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താ, കടത്തിന് മേടിച്ചാലും നമ്മളത് സെയിലായിട്ട് കണക്കാക്കും, ക്യാഷിന് മേടിച്ചാലും സെയിലായിട്ട് കണക്കാക്കും. അതായത് അപ്പൊ തന്നെ അത് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് കണക്കും. പൈസ കിട്ടിയോ കിട്ടിയില്ലോ എന്നുള്ളത് നമ്മൾ പിന്നീടാണ്. മനസ്സിലാവുന്നുണ്ട്? എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? ഇറ്റ് ഈസ് ദാറ്റ് ബേസ്ഡ് ഓൺ ദ ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻ ദേ ആർ ഡിസ്ക്ലോസ്ഡ് കറക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇതിലാണ് ശരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഇതാണ് നമ്മൾ ശരിക്കും പഠിക്കുക. അപ്രൂവൽ കൺസെപ്റ്റ് ആണ് നമുക്കും പഠിക്കുക. അപ്പോൾ ഇതില് എന്താ പറയാ, ഇതാണ് നമുക്ക് ശരിക്കും കറക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എല്ലാ ബിസിനസ്സും യൂസ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് ബിസിനസ്. അതുപോലെ തന്നെ മോർ സയന്റിഫിക് ആൻഡ് റാഷണൽ, അതായത് ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള ബെസ്റ്റ് മെത്തേഡും അതുപോലെ തന്നെ ഏറ്റവും റാഷണൽ ബുദ്ധിപരമായിട്ടുള്ള മെത്തേഡ്. അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജ് എന്താ, ഈസ് നോട്ട് സിമ്പിൾ വൺ, റിക്വയർഡ് യൂസ് ഓഫ് സ്പെഷ്യലൈസ് ആൻഡ് പേഴ്സണൽ ജഡ്ജ്മെന്റ്. കുറേ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കേണ്ടി വരും. ഇങ്ങനെ നമ്മൾ അക്രൂവൽ ബേസിസ് ചെയ്യും എന്താണെന്നുള്ളതൊക്കെയാണ് നമ്മൾ വളരെ പഠിക്കും. അതേ കാര്യങ്ങൾ പല നമ്മൾ ഡിസിഷൻസ് എടുക്കേണ്ടി വരും, പല കാര്യങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. പ്രോബ്ലംസ് ബിഹൈൻഡ് ദ. ഓക്കെ, ഇറ്റ് ഈസ് ഫെയിൽഡ് ടു ഡിസ്ക്ലോസ് ദ ആക്ച്വൽ ക്യാഷ് ഫ്ലോ. പക്ഷെ ക്യാഷ് എത്ര വന്നു എത്ര പോയി എന്നുള്ളതിനെ പറ്റി ആക്ച്വൽ എമൗണ്ട് നമുക്ക് സംഖ്യ മതി. അതെവിടെ കിട്ടുക? ഇവിടെ നോക്കട്ടെ, ഇല്ലുസ്ട്രേഷൻ 7 എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളെല്ലാം റെക്കോർഡ് ചെയ്യും. ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും ഉണ്ടാവും, ടോട്ടൽ എക്സ്പെൻസും ഉണ്ടാക്കും, നെറ്റ് ഇൻകം മാറി. നേരത്തെ ഇവിടെ ഉണ്ടോ, ഇവിടെ ഇല്ലുസ്ട്രേഷൻ 7 തന്നെ അത് അക്രൂവൽ ബേസിസിൽ ചെയ്തപ്പോണ്ടോ, ഇവിടുത്തെ സെയിൽ എത്ര, 8,45,000. അതായത് ക്യാഷ് സെയില്, ക്യാഷിന് വിറ്റവും കടത്തിന് വിറ്റവും രണ്ടും ഇവിടെ ആഡ് ചെയ്തിട്ട് ഇവിടെ സെയിൽ കാണിക്കുക. കാരണം സെയിൽ നടന്നോ ഇല്ല എന്നുള്ളതാ, അല്ലാതെ പൈസ കിട്ടുമോ നമുക്ക് നോക്കൂല. പിന്നെ എക്സ്പെൻസ് പറയുന്നത് 4 ലക്ഷം മാത്രമല്ല, അല്ല 60,000 എപ്പോഴും കൊടുക്കാണ്ട്, എന്നാലും അത് എക്സ്പെൻസ് ആയിട്ട് തന്നെ കാണിക്കാം 4 ലക്ഷത്തി. കണ്ടോ, അപ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് എത്ര, 3,85,000. പക്ഷെ ഇവിടുത്തെ പ്രോഫിറ്റ് എത്ര മാത്രമേ ഉള്ളൂ, 1,80,000. ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ മെത്തേഡ് മാറ്റുന്നതിനനുസരിച്ച് അതിന്റെ പ്രോഫിറ്റിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്യാഷ് ബേസിസ്, പ്രീപെയ്ഡ്, ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് ക്യാഷ് റിസീവിംഗ് അഡ്വാൻസ്. ഇതൊക്കെ എവിടെ ഉണ്ടാവുള്ളൂ, അക്രൂവൽ ബേസിസ് എന്ത് ചെയ്യും, ഇതൊക്കെ റെക്കോർഡ് ചെയ്യും. പക്ഷെ ക്യാഷ് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അടച്ചത്, അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ കൊടുക്കാനുള്ളത്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അഡ്വാൻസ് ആയിട്ട് പൈസ കിട്ടിയത്. അടുത്ത പ്രീപെയ്ഡ് അക്രൂവൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ബാലൻസ് ഷീറ്റ്. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യും, കാണിക്കും. പക്ഷെ ഈ ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ് ഇൻകം ഇതൊക്കെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസീവ്, പ്രീപെയ്ഡ് എക്സ്പെൻസീവ്, അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. മനസ്സിലായോ, എവിടെ ഇല്ല, ക്യാഷ് ബേസിസ് ഇല്ല. പിന്നെ എഫക്ട് ഓഫ് ഇൻകം എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഓക്കെ, ഇത് ജസ്റ്റ് വായിച്ചു പോയാൽ മതി കേട്ടോ. ഇംപ്ലിമെന്റേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, മനസ്സിലാവും. ഇവിടെ എന്താണ് യൂസേഴ്സ് ആണ് ബിസിനസ്. ബെറ്റർ ഓപ്ഷൻ ഏതാ, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് റീച്ച് സമയത്ത്. ഇനി ഹൈബ്രിഡ് പറഞ്ഞാൽ രണ്ടും പാടെ ക്യാഷ് ബേസിസും ചെയ്യും, അക്രൂവൽ ബേസിസ് രണ്ടും. ഹൈബ്രിഡ് എന്നതാ, accrual basis have their own advantages and limitations. Cash basis have exclusive very small size. This number of transactions അപ്പൊ നമ്മുടെ കുറെ ക്യാഷ് ബേസിസിൽ കുറെ മെച്ചങ്ങളുണ്ട്, കുറെ നഷ്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ അക്രൂവൽ ബേസിസിൽ കുറെ ലാഭമുണ്ട്. അപ്പൊ ഇത് രണ്ടുപാടെ ഒരുമിച്ച് കൊണ്ടുവന്നുള്ള മെത്തേഡാണ് അത് ഹൈബ്രിഡ് ബേസിസ് ഓഫ് അക്കൗണ്ട്. രണ്ടും പാടെ കൂടായിട്ട്. ഓക്കെ, and ഇതെന്ത് ചെയ്യും, which advantages both system and is able to eliminate the disadvantage of both systems. അപ്പൊ രണ്ടിന്റെയും സിസ്റ്റംസ് ഡിസഡ്വാൻറ്റേജ് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കി. അതിനാണ് ഹൈബ്രിഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ടോപ്പിക് പഠിക്കാനുള്ളത് ഡബിൾ എൻട്രി. ഇത്രയും എടുത്തുള്ള ക്ലാസ്സൊക്കെ വ്യാഖ്യാനം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ റിവിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ ടെസ്റ്റ് വെച്ചാണ് എടുക്കുന്നുണ്ടെങ്കിലും
നമ്മൾ ആ റിവിഷൻ നോട്ടുള്ള അപ്പോൾ ആ റിവിഷൻ നോട്ട് എന്താണെന്നുള്ളത് പഠിച്ചിട്ട് പോവുക. അപ്പോൾ കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ് മുതൽ ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെക്കാനിസം എന്താണെന്നുള്ളത് കംപ്ലീറ്റ് മനസ്സിലാവും. ഓക്കെ, ഡബിൾ എൻട്രി സിസ്റ്റം എന്താണെന്ന് നമ്മുടെ ഈ ചാപ്റ്ററിൽ, അതോടുകൂടെ ഈ ചാപ്റ്റർ കഴിയുകയാണ് ആക്ച്വലി. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം ശരിക്കും അടുത്തൊരു ചാപ്റ്ററിൻ്റെ കൂടെ പഠിക്കുന്നതാണ്. അവിടുന്ന് തന്നെ അടുത്തൊരു ചാപ്റ്ററിൽ ശരിക്കും അപ്പോൾ ജേണൽ എന്ന് പറയുന്ന ടോപ്പിക് കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതോടുകൂടെ ഫോർത്ത് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, പഠിത്തം.